ജീവിത വിജയത്തിന് നമ്മുടെ ആത്മചൈതന്യത്തെ കൂട്ടുമെന്ന് പറയും. അപ്പൊ നമ്മളിത് മുൻപ് പോലെ കേൾക്കുന്നതാണ് ആത്മചൈതന്യം. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാൻ ഇപ്പൊ നമുക്കൊരു കുട്ടീനെ ഭയങ്കര ഇഷ്ടമാണ്, ആ കുട്ടീനെ നമ്മളുടെ അടുത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കാറ് വാങ്ങണം, അല്ലെങ്കിൽ നല്ലൊരു വീട് വെക്കണം, അല്ലെങ്കിൽ നമ്മുടെ കേസ് കാര്യങ്ങളൊക്കെ ജയിക്കണം. ശിവശക്തിയെ പൂർണ്ണമായിട്ടും നമ്മൾ ഉണർത്തുകയാണെങ്കിൽ നമ്മുടെ ആത്മാവിന് ചൈതന്യം ഉണ്ടാവും എന്ന് പറയും. അപ്പോൾ നമ്മുടെ ആത്മാവ് എപ്പോഴും നമ്മളെ സോളും അടുത്ത ലെവലിലായിരിക്കും. അപ്പം മെയിനായിട്ട് ചെയ്യേണ്ടത് സഹസ്രാരം, അനാഗതം, മൂലാധാരം. തലയുടെ മധ്യത്തിലും നെഞ്ചിൻ്റെ മധ്യം, മൂലാധാരം. ഈ 3 ഭാഗങ്ങളിലും ഓംകാരം പ്രകൃതിയിലേക്ക് നമ്മൾ വിടുന്നു. പ്രകൃതിയിലേക്ക് എങ്ങനെയാണ് ഓംകാരം അയക്കുന്നത്? സഹസ്രാരത്തിൽ നിന്നും ആജ്ഞാചക്രത്തിലേക്ക് വന്ന് അവിടുന്ന് നമ്മുടെ വിശുദ്ധിയിലേക്ക് വന്ന് ഓംകാരം വായിക്കൂടെ വന്ന് ഈ ചുണ്ടിന് നടുക്കൂടെ ഇങ്ങനെ ചെറിയ ബീജമന്ത്രം ഓംകാരം ഇങ്ങനെ പ്രകൃതിയിലേക്ക് പോകുന്നതായി സങ്കല്പിക്കുക. ശിവശക്തിയുടെ ശക്തി വന്നാൽ നമ്മുടെ ആത്മചൈതന്യം കൂടും, നമുക്ക് പ്രവാഹം കൂടും, നമ്മൾ ബ്രൈറ്റൻ ആവും, ആരും നമ്മളെ ഇഷ്ടപ്പെടും, ഒരാൾ നമ്മളെ റിജക്റ്റ് ചെയ്യില്ല. പിന്നെ ഒരാൾ എന്തെങ്കിലും പറയാൻ വന്നാലും. പ്രതിവേട്ട നമസ്കാരം. നമസ്തേ. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാൻ ഇപ്പൊ നമുക്കൊരു കുട്ടീനെ ഭയങ്കര ഇഷ്ടമാണ്, ആ കുട്ടീനെ നമ്മളുടെ അടുത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, പിന്നെ നമുക്ക് സമ്പത്തിന് ഒരു സെക്യൂർ ആയിരിക്കാൻ വേണ്ടിയിട്ട്, സമ്പത്ത് നമ്മളുടെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ട്, പിന്നെ നമ്മളുടെ കുറെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, കാറ് വാങ്ങണം, അല്ലെങ്കിൽ നല്ലൊരു വീട് വെക്കണം, അല്ലെങ്കിൽ നമ്മുടെ കേസ് കാര്യങ്ങളൊക്കെ ജയിക്കണം, ഇങ്ങനെയുള്ള പല ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഇതൊക്കെ നടത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ടെക്നിക്ക് ഉണ്ടോ, ഈ ശിവോഹം ബേസ്ഡ് ആയിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും? ശിവോഹം ബേസ്ഡ് എന്നല്ല ചിത്ര, നല്ല ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് ആൾക്കാർക്ക് ആവശ്യം വരുന്ന സംഭവമാണ്. ഇതിനകത്ത് ഭദ്രകാളി പ്രവാഹം എന്ന് പറയുന്ന ബുക്കിൽ വളരെ വിശദമായി കൊടുത്തിട്ടുണ്ട്. ജീവിത വിജയത്തിന് നമ്മുടെ ആത്മചൈതന്യത്തെ കൂട്ടുമെന്ന് പറയും. അപ്പോൾ നമ്മളിത് മുൻപ് പോലെ കേൾക്കുന്നതാണ് ആത്മചൈതന്യം. കേൾക്കാൻ ഭയങ്കര സുഖമാണ്. പക്ഷേ എന്താണ് ആത്മചൈതന്യം? നമുക്കൊക്കെ ചെയ്യാൻ പറ്റുമോ? സാധാരണപ്പെട്ട നമുക്ക് നമ്മുടെ ആത്മചൈതന്യം കൂട്ടാൻ പറ്റുമെന്ന് ഒരുപാട് സംശയം എല്ലാവർക്കും വരാം. ഇതൊക്കെ ഗുരുക്കന്മാർക്ക് മാത്രമല്ലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ സ്ഥിരം പ്രാക്ടീസ് ചെയ്യുന്നവർക്കല്ലേ പറ്റുള്ളൂ എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ വരാം. ആത്മചൈതന്യം എന്ന് പറയുന്നത് ഇവിടെ പറയുന്നത് ശിവശക്തി പഞ്ചദീപം എന്ന് പറയുന്ന സംഭവമുണ്ട്. ഇതൊരിടത്തും കൊടുത്തിട്ടില്ല. ഞാൻ ഗുരുക്കന്മാരിൽ നിന്ന് വ്യക്തമായി കുറേ കാലങ്ങൾ കൊണ്ട് മനസ്സിലാക്കിയെടുത്ത സംഭവങ്ങളാണ്. ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്, റിസൾട്ടുണ്ട്. ശിവശക്തി പഞ്ചദീപം എന്ന് പറയുന്നത് ഈ പലയിടത്തും കൊടുത്തിട്ടുണ്ട്. ശിവശക്തിയെ പൂർണ്ണമായിട്ടും നമ്മൾ ഉണർത്തുകയാണെങ്കിൽ നമ്മുടെ ആത്മാവിന് ചൈതന്യം ഉണ്ടാവും എന്ന് പറയും. അപ്പോൾ നമ്മുടെ ആത്മാവ് എപ്പോഴും നമ്മളെ സോളും അടുത്ത ലെവലിലായിരിക്കും, നെക്സ്റ്റ് ഡയമെൻഷൻസിലായിരിക്കും. അപ്പോൾ ശിവശക്തി പഞ്ചദീപം എന്ന് പറയുന്നത് പഞ്ചദീപങ്ങൾ, അതായത് നമ്മൾ കണ്ണടച്ചിരുന്നിട്ട് മഹാദേവനെയും പാർവതീദേവിയും ശിവശക്തിയെ ധ്യാനിക്കുക. ഒരു വിഷ്വലി ശിവശക്തിയെ ധ്യാനിച്ചുകൊണ്ട് സഹസ്രാരത്തിൽ ധ്യാനിച്ചുകൊണ്ട് പഞ്ചദീപത്തിന് വിഷ്വലൈസേഷൻ കാണണം. പഞ്ചദീപം എന്ന് പറയുന്നത് ചിരാതിൽ നെയ്വിളക്കിൽ ദീപം ഉള്ളതായിട്ട് സങ്കല്പിക്കുക. അപ്പം മെയിനായിട്ട് ചെയ്യേണ്ടത് സഹസ്രാരം, അനാഗതം, മൂലാധാരം. തലയുടെ മധ്യത്തിലും നെഞ്ചിൻ്റെ മധ്യം, മൂലാധാരം. ഈ 3 ഭാഗങ്ങളിലും ഈ പറയുന്ന ചിരാതിൻ്റെ ലൈറ്റ് ഉള്ളതായി സങ്കല്പിക്കുക. അതിനുശേഷം അവിടെ 3 ആയി, ഇനി 2 വേണം, പഞ്ചം അല്ലേ. 2 പറയുന്നത് വാമം, ഇടതും വലതും. ഈ 2 ഭാഗങ്ങളിലും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഈ ചിരാതിരിക്കുന്നതായി സങ്കല്പിക്കുക. അപ്പോൾ 5 ഭാഗത്തും ദീപമുള്ളതായി സങ്കല്പിക്കുക. ഇതിനെ നമ്മൾ കുറച്ച് സമയം ഈ ദീപം നമ്മുടെ ശരീരത്തിൽ, അതായത് നമ്മുടെ ആത്മാവ് ചൈതന്യത്തിലേക്ക് കൊണ്ടുവരാൻ, നമ്മളാണല്ലോ ശിവൻ, ബോധമുള്ളവൻ. അപ്പോൾ ആ ബോധമുള്ളവനെ അടുത്ത തലത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ശിവശക്തിയെ ധ്യാനിച്ചുകൊണ്ട് ഈ പഞ്ചദീപം നമ്മുടെ ശരീരത്തിൽ ഉള്ളതായി സങ്കല്പിക്കുക. ഇതാണ് ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ സങ്കല്പിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റും. വേറെ ഒന്നും ചെയ്യണ്ട, ഇത് മാത്രം ഒരു 15 മിനിറ്റോ 20 മിനിറ്റോ ചെയ്ത് നോക്കൂ. സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ചൈതന്യം നിങ്ങൾക്കറിയാൻ പറ്റും. നിങ്ങൾ ഡേ ബൈ ഡേ ഒരു വേറൊരു തലങ്ങളിലേക്ക് പോകുന്നതായിട്ട് ഫീൽ ചെയ്യും. ഇതാണ് സ്റ്റെപ്പ് 1. സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഈ ശിവശക്തിയെ അടുത്ത ലെവലിൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അവിടെ പല രീതിയിലുള്ള ബീജാക്ഷരങ്ങളോ പല മന്ത്രങ്ങളോ എല്ലാവരും ജപിക്കാറുണ്ട്. അത് ഓരോ ആൾക്കാരുടെ ഇഷ്ടം, അത് അവരവർ ധ്യാനിക്കുന്ന രീതിയിൽ ചെയ്യാം. അതിലേക്കൊന്നും ഞാൻ കൈയടത്തുന്നില്ല. ഈ പഞ്ചദീപം മസ്റ്റായിട്ട് ചെയ്യുക. നെക്സ്റ്റ് ചെയ്യേണ്ടത് ഓംകാരം നമ്മൾ യൂണിവേഴ്സിൽ നിന്ന് എടുക്കുന്നതായി സങ്കല്പിക്കുക. കണ്ണടച്ചിട്ട് അതേ സമയത്തിന് കണ്ണ് വീണ്ടും തുറക്കേണ്ട ആവശ്യമില്ല. സ്റ്റെപ്പ് 2 ചെയ്യുമ്പോൾ ഓംകാരം പ്രകൃതിയിലേക്ക് നമ്മൾ വിടുന്നു. പ്രകൃതിയിലേക്ക് എങ്ങനെയാണ് ഓംകാരം അയക്കുന്നത്? സഹസ്രാരത്തിൽ നിന്നും ആജ്ഞാചക്രത്തിലേക്ക് വന്ന് അവിടുന്ന് നമ്മുടെ വിശുദ്ധിയിലേക്ക് വന്ന് ഓംകാരം വായിക്കൂടെ വന്ന് ഈ ചുണ്ടിന് നടുക്കൂടെ ഇങ്ങനെ ചെറിയ ബീജമന്ത്രം ഓംകാരം ഇങ്ങനെ പ്രകൃതിയിലേക്ക് പോകുന്നതായി സങ്കല്പിക്കുക. അപ്പോൾ നമ്മൾ പ്രകൃതിയിലേക്ക് ഓംകാരം സമർപ്പിച്ചു. അപ്പോൾ അതിനുശേഷം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഓംകാരം പൂർണ്ണമായിട്ടും നമ്മൾ പ്രകൃതിയിലേക്ക് അയച്ചു. യൂണിവേഴ്സ് പോയതിനു ശേഷം
ശിവലോഹത്തിൽ നിന്ന് നമ്മൾ എനർജി സ്വാംശീകരിക്കുന്നത് പോലെ നമ്മൾ ഈ ആത്മചൈതന്യം നേടുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ ഈ സോളിൻ്റെ, ഈ ആത്മാവിൻ്റെ ചൈതന്യം അടുത്ത ലെവലിലേക്ക് എത്തുന്നതിന് വേണ്ടി ശിവശക്തിയാണ് ധ്യാനിക്കുന്നത്. ശിവശക്തിയെ ധ്യാനിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു എനർജി പ്രകൃതിയിലേക്ക് നമ്മൾ അയച്ചു. ശിവലോഹത്തിൽ നിന്ന് ഈ പറയുന്ന ഓംകാരം എനർജി സ്വാംശീകരിച്ച് വീണ്ടും നമ്മുടെ സഹസ്രാരത്തിലേക്ക് വരുന്നതായി സങ്കല്പിക്കുക. പ്രകൃതിയിലേക്ക് അയച്ച ഓംകാരം അതുപോലെ തിരിച്ച് നമ്മുടെ സഹസ്രാരത്തിൽ വരുന്നു. അടുത്ത് രണ്ടാമത് എവിടെയാണ് നമ്മുടെ ഈ പറയുന്ന ദീപം ഇരിക്കുന്നത്? അനാഗതത്തിലേക്ക് വന്നു, മൂലാധാരത്തിലേക്ക് വന്നു. അപ്പോൾ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതായി സങ്കല്പിക്കുക. നമ്മൾ അയച്ച ഓംകാരം പ്രകൃതിയിലേക്ക് സമർപ്പിച്ചിട്ട് അവിടെ ശിവലോകത്തിൽ നിന്നും ഒരു എനർജിയെ സ്വാംശീകരിച്ച് ഒരു ഗോൾഡൻ കളർ എനർജി നമ്മുടെ സഹസ്രാരത്തിൽ വരുന്നു. അത് ഈ പറയുന്ന 3 ചക്രങ്ങളിൽ. അപ്പോൾ ബാക്കി ചോദിക്കും, ബാക്കിയുള്ള ചക്രങ്ങളിൽ വേണ്ടേ എന്ന് ചോദിക്കും. ഈ കൺസെപ്റ്റിന് ഈ 3 ചക്രമാണ് മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഈ 3 ചക്രങ്ങളിൽ കൂടെ എനർജി പാസ് ചെയ്ത് ഒരു റൊട്ടേഷൻ മോഡലിൽ 21 ടൈംസ് ചെയ്യുക. 21 ടൈംസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബോഡിയിൽ ഒരു പ്രവാഹം ഉണ്ടാവും, ഒരു എനർജി പ്രവാഹം അറിയാൻ പറ്റും. നമുക്കിങ്ങനെ റൊട്ടേഷൻ അറിയാൻ പറ്റും. ഇതാണ് നമുക്ക് ശിവശക്തിയെ ഉണർത്തുന്ന രണ്ടാമത്തെ ടെക്നിക്ക്. മൂന്നാമത്തെ ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമഃശിവായയുടെ സിംബോളിക് പ്ലേസ്മെൻറ്റാണ്. ഇപ്പോൾ നേരത്തെ ചിത്ര പറഞ്ഞില്ലേ, ആഗ്രഹം അല്ലെങ്കിൽ ശത്രുദോഷം, അല്ലെങ്കിൽ ഇപ്പോൾ ശത്രുദോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല, നമ്മളെ ഒരാൾക്ക് അനാവശ്യമായി ഉപദ്രവിക്കാനുള്ള ടെൻഡൻസി കുറയും. 2, നമുക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ സോള് അത്രയും ഹാപ്പി ആവും. ചൈതന്യത്തിലേക്ക് വരുമ്പോൾ യൂണിവേഴ്സ് നമ്മളിലേക്ക് കണക്ട് ചെയ്യും. അല്ലാതെ നമ്മൾ ഒരാളെ വിളിച്ചിങ്ങോട്ട് വരാൻ പറയുന്നതല്ല, നമ്മൾക്കത് വേണമെന്ന് പറയുന്നതല്ല. നമുക്ക് വേണ്ടതെല്ലാം പ്രകൃതി നമ്മളിലേക്ക് എത്തിച്ചു തരും. പക്ഷെ എല്ലാം എത്തിച്ചു തരും എന്നുള്ള അതിനുള്ള സമയമുണ്ട്. നമ്മളിത് എത്രത്തോളം ഡെഡിക്കേഷനോട് ചെയ്യുന്നോ, നമ്മൾ എത്രത്തോളം വിശ്വസിക്കുന്നോ, ആദ്യം വേണ്ട വിശ്വാസമാണ്. ഇതിന് വിധിക്ക് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ? കാരണം നമ്മൾ പറയുമല്ലോ, നമുക്ക് വിധിച്ചതാണെങ്കിൽ നമ്മളിലേക്ക് വന്ന് ചേരും എന്നുള്ളത്. ഇപ്പൊ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് നമ്മളിലേക്ക് വന്നില്ലെങ്കിൽ അത് നമുക്കുള്ളതല്ല എന്ന് തന്നെയാണോ? ചില സോളിന് ചില സംഭവങ്ങൾ കിട്ടില്ല എന്ന് പറയും. ചില മെറ്റീരിയൽ ലൈഫ് അനുഭവിക്കാനുള്ള യോഗ്യത ഇല്ല എന്ന് പറയും. അപ്പോൾ എന്തുകൊണ്ടാണ് പറയുന്നത്? നമ്മൾ അതിന് വാല്യൂ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ വാല്യൂ കൊടുത്ത് അതിനെ ആഗ്രഹിക്കേണ്ട രീതിയിൽ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ, അങ്ങനെയാണല്ലോ ഇന്നിവിടുത്തെ പല ബില്യനേഴ്സ് ആയാലും പല ആൾക്കാരും ഈ ആഗ്രഹം അവർ ചെയ്യുന്ന പല മെഡിറ്റേഷൻസ് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഞാൻ ഇതിലേക്ക് തിരിച്ചു വരാം. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംബോളിക്കായിട്ട് നമ്മൾ കണ്ണടച്ചിട്ട് ഓം നമഃ ശിവായുടെ നമ്മുടെ ചെസ്റ്റിന് അഭിമുഖമായി പ്ലേസ് ചെയ്യുക. കൈ ഇങ്ങനെ വെച്ചോണം പ്ലേസ് ചെയ്യാൻ. ഫ്രണ്ടിൽ പ്ലേസ് ചെയ്തു. അതുപോലെ ചെസ്റ്റിൻ്റെ നടുക്ക്, മിഡ് ഓഫ് ദ ചെസ്റ്റിൽ മധ്യഭാഗത്ത് നെഞ്ചിൻ്റെ നടുക്ക് പ്ലേസ് ചെയ്തു. ഇടത് കൈയുടെ ഷോൾഡറിൻ്റെ ഈ ഭാഗത്ത് പ്ലേസ് ചെയ്തു. ഇങ്ങനെ വെച്ചിട്ട്, അതായത് നമ്മുടെ അപ്പ് ഷോൾഡറിൻ്റെ മുകളിലത്തെ ഷോൾഡറിൻ്റെ ഭാഗത്ത് പ്ലേസ് ചെയ്തു. ഇങ്ങനെ പ്ലേസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, വലത് സൈഡിലുണ്ട്, ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. അപ്പോൾ നമഃശിവായയുടെ പ്ലേസ്മെൻ്റ് അവിടെ കഴിഞ്ഞു. ഓമിൻ്റെ ആവശ്യമില്ല. ഓം ഓൾറെഡി നമ്മൾ യൂണിവേഴ്സിൽ സമർപ്പിച്ചു. അവിടെ നിന്നും ശിവലോകത്തു നിന്നും എനർജി നമ്മൾ സ്വാംശീകരിച്ച് എനർജി നമ്മളിങ്ങനെ പ്രവാഹം നടക്കുന്നുണ്ട്. അവിടെയാണ് ഇപ്പോൾ നമഃശിവായയുടെ പ്ലേസ്മെൻറ്റും കഴിഞ്ഞത്. ഈ 3 ടെക്നിക്ക് സിമ്പിൾ ടെക്നിക്കാണ്. ഇത് 3 ഉള്ളൂ. ഇത് 3 നമുക്ക് അത്രയും വിശ്വാസത്തോടുകൂടി ചെയ്യാൻ പറ്റിയാൽ സ്വാഭാവികമായിട്ട് ഒരു ശിവശക്തിയുടെ ഒരു ശക്തി നമുക്കറിയാൻ പറ്റും. ശിവശക്തിയുടെ ശക്തി വന്നാൽ നമ്മുടെ ആത്മചൈതന്യം കൂടും, നമുക്ക് പ്രവാഹം കൂടും, നമ്മൾ ബ്രൈറ്റൻ ആവും. ആരും നമ്മളെ ഇഷ്ടപ്പെടും, ഒരാൾ നമ്മളെ റിജക്റ്റ് ചെയ്യില്ല. പിന്നെ ഒരാൾ എന്തെങ്കിലും പറയാൻ വന്നാലും ഒന്നീ ക്ഷമാപണം പറഞ്ഞിട്ട് പോകും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലാവും പറഞ്ഞത് തെറ്റാണ്. പിന്നെ നമ്മൾ എത്തിക്സിന് അഗെയിൻസ്റ്റായിട്ടൊന്നും ചെയ്യാതിരിക്കുക. അതായത് ഒരു യൂണിവേഴ്സൽ ലോ ഫോളോ ചെയ്യുക. വേറെ ഒരാളെയും നമ്മളൊന്നും പറയാതെ നമ്മൾ സ്വയം കാര്യങ്ങളും ചെയ്ത് വേറൊരാളെ വേദനിപ്പിക്കാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ആത്മചൈതന്യം നമ്മൾ പോലും അറിയാതെ ഡേ ബൈ ഡേ ഉയരും. ചിത്ര, ഇത് എല്ലാ ദിവസവും ഒരു 21 ദിവസം ആദ്യം ചെയ്യുക. 21 ദിവസം ചെയ്തതിന് ശേഷം ഒരു ദിവസം മിനിമം 11 പ്രാവശ്യം വെച്ചിട്ട് എല്ലാ ദിവസവും ചെയ്യുകയാണെങ്കിൽ 21 ദിവസം 21 പ്രാവശ്യം വെച്ചിട്ട് ചെയ്യുന്നത്. ഈ പ്ലേസ്മെൻറ്റ് പോലും 21 പ്രാവശ്യമാണ്. അത് തുടർച്ചയായിട്ട് ചെയ്തു പോവുകയാണെങ്കിൽ ഈ പറയുന്ന ആഗ്രഹങ്ങൾ ഓൾമോസ്റ്റ് നമ്മൾ ഡിസർവ് ചെയ്യുന്ന സോളാണെങ്കിൽ നമ്മളിലേക്ക് എത്തിച്ചേരും. അതായത് വേറൊരാളുടെ മെറ്റീരിയൽ നമുക്ക് വേണമെന്നുള്ളതല്ല, നമുക്ക് ഡിസർവ് ചെയ്യുന്ന മെറ്റീരിയൽ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിൽ നമ്മളിലേക്ക് എത്തിച്ചേരും.
ചിത്ര, ഇത് എല്ലാവർക്കും ചെയ്യാൻ കഴിയട്ടെ, എല്ലാവരുടെയും ആത്മചൈതന്യം അടുത്ത ലെവലിലേക്ക് വരാൻ കഴിയട്ടെ, അവരവർ ഡിസർവ് ചെയ്യുന്ന നല്ല ഭാഗ്യങ്ങൾ, നല്ല കാര്യങ്ങൾ, അല്ലെങ്കിൽ നല്ല ആവശ്യങ്ങൾ നടത്താൻ കഴിയട്ടെ. ശിവശക്തി എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ശക്തിയാണ്. അതിന് ഡിസർവ് ചെയ്യാനുള്ള ഭാഗ്യം ഈ ജന്മത്തിൽ ആ സോളിനുണ്ടാകട്ടെ. നന്ദി.